ആരാണ് ഈ വരുന്നത്? വിന്തമ്മ പാൻറ് ഇട്ടിട്ട് തുള്ള് വെള്ളം കുറവാണ് തുള്ള് മാറിക്ക് വിന്തമ്മ ചാടാൻ പോകുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള റീല് ഞങ്ങളും ചെയ്യാൻ വേണ്ടി പോവേട്ടാ. കുതിരക്ക് കാട്ടിലോട്ടെ പോയിക്കൂടെ ഇതിനെ കൊണ്ട് മാറിക്കടാ മേത്ത് പിടിച്ചോ. കടം വാങ്ങി നിൽക്കും പെണ്ണിൻ കടം വാങ്ങി നിൽക്കും പെൺ കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് നീ എന്റെ ഫൗണ്ടേഷൻ കണ്ടിനാ? ഓ മനുഷ്യന്മാരുടെ അടിയിടി ചാവാൻ നേരത്തെ അവളൊരു ഫൗണ്ടേഷൻ നീ തിന്ന്. What the nonsense are you talking? നീ അത് പറഞ്ഞപ്പോ എന്റെ ചങ്ക് പൊട്ടി. ഓ മനുഷ്യന്മാരുടെ ഏജ് പിരി കൊണ്ട് ഇരിക്കുന്ന നേരത്തെ പഞ്ചാരടി അരി എത്ര ഇടണം? അരി എത്ര പുഴുങ്ങി അങ്ങ് തന്നെ. ഗൈസ് ഇവിടെ വരുന്നൊരു ബിഗ് ബോസ് വീടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ അവര് കുറച്ചേരം ഇവിടെ നിന്നിറങ്ങി ഇവരിത് ബിഗ് ബോസ് ആക്കും. കാരണം ഇതിന്റെ ഒരു സെറ്റപ്പ് എല്ലാം കണ്ടപ്പോ ഒരു ബിഗ് ബോസ് വീട് പോലെ തോന്നി അല്ലേ? ഇവിടെ ഒരു കട്ടിൽ ഇവിടെ ഒരു കട്ടിൽ ഇവിടെ ഒരു കട്ടിൽ ഇവിടെ ഒരു കട്ടിൽ. അല്ല നമുക്കിതൊരു റീൽ വീഡിയോ അല്ല സന്തോഷത്തോടു കൂടി ഇന്നലെ അവിടെ നിന്ന് പോകുന്നതാണ്. ഇന്ന് നിങ്ങൾ ബിഗ് ബോസ് കളിച്ചവരോട് ഭൂലോക അടിയായി. എന്റെ ദൈവം. അല്ല അതിനിടയ്ക്ക് ഇവിടെ രണ്ടുപേര് ബേബി. അല്ല ഇപ്പൊ എല്ലാം ബിഗ് ബോസ് ആണല്ലോ. അല്ല എനിക്ക് ഓർമ്മതേ പണ്ടൊരു സ്കിറ്റില്ലേ അതിനകത്ത് അമ്മ എപ്പോഴും നീ നിക്കാൻ നമ്മളെ അമ്മ ചോദിക്കില്ല അരി ഇടണ്ടേ വിളിച്ചു ചോദിക്കുന്നില്ലേ? അപ്പൊ അതുപോലത്തെ. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് പോന്നിട്ട് റൂമെല്ലാം കാണിച്ചു തരാന്ന് പറഞ്ഞു, സ്ഥലങ്ങളെല്ലാം കാണിക്കാന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് റൂം എന്തായാലും ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോ തന്നെ ഒരു വീഡിയോ ഞാൻ ആദ്യം കൊടുക്കാം. അതിന്റെ വൃത്തിയൊക്കെ കാണണമെങ്കിൽ അപ്പോഴാണ്. ഇപ്പൊ നമ്മ അത് ഇങ്ങനെ ആക്കി അല്ലേ? അതെ. അപ്പൊ ഇനി ഒരുപാട് കാഴ്ചകളോടത്ത് കാണാനുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റൂമൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കാണിച്ചു തന്നിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം അല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ വഴിയായിട്ട് കാണാം അല്ലേ? അങ്ങനത്തെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? നല്ല തണുപ്പ്. ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഒന്ന് കണ്ടേ നിങ്ങക്ക് അതൊന്ന് കാണിച്ചു തരാം കേട്ടാ. എന്നിട്ട് പറയാ ബാക്കി കാര്യങ്ങൾ. നോക്കിയേ കംപ്ലീറ്റ് ആയിട്ട് കോട ഇങ്ങനെ വന്ന് പെയ്തിട്ടാ ഉള്ളേ. ഇത് നമ്മൾ വന്നപ്പോ എന്ത് വെയിലുണ്ടായ സ്ഥലമാണല്ലേ? ഞങ്ങൾ വന്ന സമയത്ത് ചൂടും വെയിലൊക്കെ ആയിട്ട് നിന്നിരുന്ന ഒരു കാലാവസ്ഥയാണ്. ഞങ്ങളിവിടെ എത്തിയതേ ഉച്ചക്കൊരു 2:30 മണിക്കാണ് കേട്ടോ. ആ സമയത്തുള്ളൊരു കാലാവസ്ഥയെ കാണുന്നത് കണ്ടില്ലേ? നല്ല തെളിഞ്ഞ കാലാവസ്ഥ, മഞ്ഞോ കോടയോ കാറ്റോ ഒന്നുമില്ല. നല്ല അടിപൊളി ഒരു തണുപ്പുണ്ട്, അത് മാത്രമേ ഉള്ളൂ. എല്ലാവരും പല പല വഴിക്ക് കിടന്ന സ്ഥലങ്ങൾ കാണുകയാണ്. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഏത് വഴിക്ക് നടന്നു കഴിഞ്ഞാലും കാഴ്ചകൾ നല്ല വ്യൂ ആണ്. ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടല്ലേ, അടിപൊളിയാണ്. ടെൻറ്റുകളുണ്ട്. ഇത് സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡാണ് കേട്ടോ. സ്വിമ്മിംഗ് പൂൾ കാണിക്കുമ്പോൾ പറയാം. ഇഷ്ടം പോലെ ഹട്ടുകളുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കാണുന്നൊരു വ്യൂ എന്ന് പറഞ്ഞാലുണ്ടല്ലോ പൊളി വൈബാണ്. നിങ്ങൾ കാണുന്നില്ലേ എന്താ ഒരു ഭംഗി എന്നറിയാമോ? ആ മലനിരകളും അതിൻ്റെ മേലെ കാണുന്ന ഒരു ആകാശവും എല്ലാം കൂടി പൊളി വ്യൂ ആണ്. ഏത് ഭാഗം നോക്കിയാലും സംഭവം കിട്ടും. കിടിലൻ റിസോർട്ടാണ്, അടിപൊളി വ്യൂ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് പ്രതീക്ഷകൾക്ക് അപ്പുറമായിരുന്നു. അടിപൊളി. ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മേലെ കയറി നിന്ന് കഴിഞ്ഞാലും കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മലനിരകളും താഴെ ഇങ്ങനെ ഒരു പുഴ പോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെന്തായാലും ഈ സ്ഥലമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടിമാലിയിലാണ്. അടിമാലി റോക്ക് ക്യാമ്പർ എന്ന് പറഞ്ഞ റിസോർട്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിപ്പാറയിലാണിത്. ഞാൻ നമ്പറൊക്കെ കൊടുത്തേക്കാം. വലിയ ചിലവുകളൊന്നും ഇല്ലാണ്ട് ഫാമിലി ആയിട്ടാ ഫ്രണ്ട്സായിട്ടാ ഇനി ഒറ്റക്കാണെങ്കിൽ പോലും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ട് ഇത്. 2000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സ്വിമ്മിംഗ് പൂളാണ്. റോക്ക് ക്യാമ്പർ സ്വിമ്മിംഗ് പൂൾ പോളി. അത് വെറൈറ്റി ആണ്. ഇത് കാണുന്നില്ല, ഒരു ഇൻഫിനിറ്റി പൂളാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി നിൽക്കണം. എങ്ങനെയെങ്കിലും ഈ പൂളിലേക്ക് ഇറങ്ങി ഒന്ന് കുളിച്ചാൽ മതി എന്നാണ്. എന്തായാലും നമുക്ക് കുളിക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ ഉള്ള ആ ഒരു വ്യൂ. ഇപ്പോഴത്തെ വ്യൂ ഒന്ന് കണ്ടു നോക്കിയേ. ഇത് കണ്ട എത്ര പെട്ടെന്ന് ഇത് മാറി നോക്കിയേ. കംപ്ലീറ്റ് കോട, അതും നല്ല തണുപ്പ്. ഇപ്പം ഇത്രയും നേരം നല്ല മഴയായിരുന്നേ. ഒന്ന് മഴ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഉള്ളൊരു കാലാവസ്ഥയാണ് ഈ കാണുന്നത്. കണ്ട അതെ ഫുള്ളായിട്ട് ഇങ്ങനെ ഇതിലിങ്ങനെ മൂടിക്കിടക്കുകയാണ് കേട്ടോ. ഈ ഒരു വൈബിലാണ് ഇവിടുത്തെ പൂളുള്ളത്. കണ്ടില്ലേ? പൂളൊന്നും കാണുന്നില്ല കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട്
കോടയിൽ മുങ്ങിയിട്ടുള്ള ഇത്ര പെട്ടെന്ന് കാലാവസ്ഥ ചേഞ്ച് ആയിരുന്നുണ്ട. ഇനി ഒരു ഫ്രെയിം ഒന്ന് കാണിച്ചു തരാം. എനിക്ക് അങ്ങോട്ട് തന്നെ ഒരു കിടിലൻ ഫോട്ടോ ഫ്രെയിം. നമ്മൾ മറ്റേത് പറയുന്ന പോലെ എവിടേക്കോ ഞാൻ ചെന്നെത്തി എന്നൊക്കെ പറയൂലേ അല്ലേ? ആ നേരത്തെ എങ്ങനെ കണ്ടിരുന്ന സ്ഥലം നോക്കി ഇപ്പൊ കണ്ടതാ. കംപ്ലീറ്റ് ആയിട്ട് കോടയിലങ്ങ് മൂടിയിട്ടാ ഉള്ളത് കേട്ടോ. എനിക്ക് മെല്ലെ ഇറങ്ങിപ്പോര്. വഴിക്ക് വീണിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കാണാനായിട്ട്. എൻ്റെ മോനെ സൂപ്പർ. ഇനിയിപ്പോൾ എന്താ കാണിക്കണ്ടേ? അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് മൂടിപ്പോയി. കംപ്ലീറ്റ് ഒന്നും കാണാത്ത പോലെ. നമ്മളേതോ ആകാശത്ത് നിൽക്കുന്ന പോലെയായി. കണ്ട ആ ഒരു അങ്ങോട്ടുള്ള വൈബെല്ലാം ഫുള്ള് കംപ്ലീറ്റ് മഞ്ഞിലങ്ങ് മൂടിയല്ലേ. ഗൈസ് എന്തായാലും പൊളി വൈബുള്ള കിടിലൻ സ്ഥലം അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഈ അടുത്ത് കണ്ട സ്ഥലങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലൊരു വ്യൂ ഉള്ള സ്ഥലം അടിപൊളി വേറെ തന്നെ കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ മറ്റേ ഇതിൽ കാണിച്ചിരുന്നു അല്ലേ? പക്ഷെ ആ ഗ്ലാസ് ബ്രിഡ്ജിൽ നേരത്തെ നോക്കുമ്പോൾ നല്ല കിടിലം വ്യൂ ആണ്. ഇപ്പോഴുള്ള വ്യൂ നോക്കി ഇപ്പോൾ ആകാശത്തോട്ട് കണ്ണും നട്ട് നിൽക്കുന്ന പോലെ ഉണ്ട്. ഇതാ ഗ്ലാസ് ബ്രിഡ്ജ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതാ ഏതോ ഒരു ആകാശത്തിൽ നിൽക്കുന്ന പോലെ. എൻ്റെ അമ്മ നീ ഇവിടെ നിന്ന് നോക്ക്. നീ ഓ മോനെ നോക്ക്, അങ്ങോട്ട് പോയോക്ക്. നീ പോരോ. ഞാൻ ജസ്റ്റ് പോരുമ്പോൾ ഇതാ ഏതോ ഒരു എങ്ങോട്ടോ പോകുന്ന പോലെ ഉണ്ട്. ഇതണ്ടാ അറ്റമില്ലാത്തൊരു സ്ഥലമില്ലേ, അങ്ങോട്ട് പോകുന്ന പോലെ ഉണ്ട്. തിരിഞ്ഞെങ്ങോട്ട് തിരിഞ്ഞേക്ക്. ഇവിടെ നിന്നുണ്ടത്. ഇതിങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു വ്യൂ ഉണ്ടേ. ശരിക്കും പറഞ്ഞാൽ വേറെ ഏതോ ഒരു സ്ഥലം പോലെ നമുക്ക് തോന്നിക്കുന്നൊരു സ്ഥലം. നോക്കി കണ്ടിട്ടില്ലല്ലോ നീ ഇവിടത്തേക്ക്? എന്നാ വന്ന് നോക്കുക. ഇതണ്ട ആംബിയൻസ് നോക്കി. ഹട്ടുകളാണ് കേട്ടോ. വേണ്ട ഓരോ ഹട്ടുകളാണ്. 1 2 3 4 ഹട്ടുകളുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു ആംബിയൻസ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. ഇത് എവിടെയാണെന്ന് മനസ്സിലാവും നമുക്ക് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ. ഏതോ ഊട്ടിയോ അല്ലേ കൊടൈക്കനാലോ ഒക്കെ പോലെ തോന്നും. ഇതുണ്ട അതുപോലെ ഭംഗിയുള്ള സ്ഥലം. ഓ ഇതിനൊക്കെ ഒരു ബാൽക്കണി ഉണ്ട് പുറത്തോട്ട്. കണ്ടിനാ ഇതാ ആ ബാൽക്കണിയിൽ നമുക്ക് നിൽക്കാട്ടെ. പിന്നെ ഇന്ന് കഴിയുമ്പോഴൊരു വ്യൂ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് കണ്ട എന്താ വൈബ്. ഈ ഒരു കോടയും ഈ ഒരു ഹട്ടും എല്ലാം കൊണ്ടും പൊളി. എനിക്ക് തോന്നുന്നില്ല ഇതുപോലൊരു സ്ഥലം നമ്മളിപ്പോൾ ഈ അടുത്ത് വന്നിട്ടുണ്ട് അല്ലേ? കൊള്ളാട്ടാ. കണ്ട അതാണ് ആംബിയൻസ് ഇവിടുത്തെ. ഇനി അത് നമ്മളെന്തായാലും കണ്ടുവന്നു. പിന്നെ അത് കൂടാതെ ഇവിടെ കുറച്ച് റൂമുകളുണ്ട്. ഇവിടെ എൻ്റെ ഓഫീസ് വരുന്ന ഇതാണ് നമ്മുടെ റൂം. പക്ഷെ ഇതിൻ്റെ ഈ മുകളിലത്തെ നമ്മുടെ റൂം അല്ലേ? മുകളിൽ തന്നെ ആടി ഈ സൈഡിലത്തതും അപ്പുറത്തെ സൈഡിലത്തതും അതാണ് നമ്മുടെ റൂം വരുന്നത്. നമ്മുടെ ടീംസ് എല്ലാം ഇവിടെ കളിക്കുന്നുണ്ട്. എന്താ ഇവിടെ ഉണ്ട്. എടാ മക്കളെ നോക്കണേ. നടന്ന് തളർന്ന് ക്ഷീണിച്ച് നിക്കേനെ. അപ്പോഴാന്ന് പറഞ്ഞത് നല്ല ചായ റെഡി ആയിട്ടുണ്ട്. എന്നാ ഒരു കട്ടൻ അടിക്കാന്ന് വിചാരിച്ചപ്പോഴല്ലേ അറിയുന്നത് കട്ടൻ മാത്രല്ല നല്ല കപ്പയും ചമ്മന്തിയും ഉണ്ട്. പിന്നെ വേറെന്ത് വേണം? നമ്മുടെ ഫേവറേറ്റ് അല്ലേ? പിന്നെ നമുക്ക് ചായ കുടിക്കാം. അവരെല്ലാം വിളിക്കും. കട്ടൻ ചായ കട്ടനുണ്ട്. കട്ടൻ വേണ്ട പാലായാലും മതി. പാൽ ചായയും കുടിക്കും കട്ടൻ ചായയും കുടിക്കും. അതെ നല്ല ചൂട് കപ്പ. ഇത് കണ്ടാവേ ഇതാണ് സ്പെഷ്യൽ കേട്ടോ. കപ്പ നല്ല കാന്താരി ചമ്മന്തി. ഓ നോക്കേ ഈ ഒരു തണുപ്പില് ഇതുപോലെ ആയി പറക്കുന്ന കപ്പയും കാന്താരി ചമ്മന്തി. സുര കഴിക്കടേ ഇങ്ങനെയുണ്ടെന്ന് നോക്ക്. ഞാൻ വീഡിയോ കാണിക്കാൻ ചുടുല എടുത്ത്. നല്ല ടേസ്റ്റ് മതി. നീ വീഡിയോ കാണിച്ചത് ഞാൻ വീഡിയോ കാണിക്കാം. നല്ല അടിപൊളി കേട്ടോ. അവിടെ വെക്കുന്നുണ്ട് നിങ്ങൾ കഴിക്കും. ഓ ഗായ്സ് നമ്മളെന്നാ പിന്നെ കഴിക്കട്ടെ അല്ലേ? എന്താ നിങ്ങളല്ലേ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ അടിയാക്കിയത്? എന്നിട്ട് ഇപ്പൊ നിങ്ങൾ സെറ്റായ വീണ്ടും സെറ്റ് ആയല്ലേ? കൊള്ളാം. നിങ്ങക്ക് പറ്റിയത് തന്നെ. നിങ്ങളെ ബിഗ് ബോസിൽ കൊണ്ടുപോകേണ്ട തന്നെയാണ് ശരിക്കും പറഞ്ഞ. ഓക്കെ ചാവടി കിട്ടുന്ന പിന്നെ ഉണ്ട് മക്കളെ ഉണ്ട്. എനിക്കുള്ളത് വരുന്നുണ്ട്. എനിക്കുള്ളത് ബ്രോ കൊണ്ടുവരുന്നുണ്ട്. ജസ്റ്റ് മിസ്. ഓക്കെ കണ്ടോ
ഇതിലാരും കൈ കിടത്തരുത്, ഇത് എനിക്കുള്ളതാണ്. ഞാൻ കഴിക്കട്ടെ കൈസ്. ചായ കുടിക്കുമ്പോഴേക്കേ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാ. ഇതാണ് റൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു റൂം എന്ന് പറയാൻ പറ്റില്ല. നേരത്തെ ഇവർ പറഞ്ഞില്ല ബിഗ് ബോസ് ഹൗസ് പോലെ ഒരുപാട് കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു റൂമിൽ 10 12 അതിൽ കൂടുതലോ ആൾക്ക് കിടക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട വ്യൂ എല്ലാം ഇവിടെ നിന്നും കാണാൻ വേണ്ടി പറ്റും. സംഭവം പൊളിയാണ്. അതുപോലെ തന്നെ ഇവിടെ ടോയ്ലറ്റ് 2 ടോയ്ലറ്റ് ഉണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ റൂമിൽ ആൾ കൂടിയാലും ടോയ്ലറ്റിൻ്റെ കാര്യത്തിലൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. ആർക്കും വെയിറ്റ് ചെയ്ത് നിൽക്കുകയൊന്നും വേണ്ട. ഇതുപോലത്തെ 2 റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. ഞങ്ങൾ ഏതാണ്ട് കുട്ടികളെ കിടക്കും 17 പേരുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് സുഖമായിട്ട് കിടക്കാനും റൂമിൽ അടിച്ചു പൊളിക്കാനൊക്കെ പറ്റി ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായി. 2 റൂമിൽ നിന്നും നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടുത്തെ നൈറ്റിലത്തെ ഒരു വ്യൂ കാണാൻ കരുതി ഞങ്ങൾ ഇറങ്ങിയതാണ്. പക്ഷെ ഇത് കാണുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ചു പേരെ കൂടി കാണിക്കാനുണ്ട്. ഇത്രയും നല്ല റോക്ക് ക്യാമ്പർ റിസോർട്ട് ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഞങ്ങളുടെ സ്വന്തം എവിടെ ചാടുവാ ആളും ഉണ്ട് കേട്ടോ. ഞാൻ നിന്നോട് കൃത്യം പറഞ്ഞല്ലേ, പറയുമ്പോ തന്നെ ചാടി വരണോ. ലേറ്റ് ആയില്ലേ? അത് ശരിയായില്ല. ഇതിപ്പോ വരവില്ല. കല്യാണരാമനില് മറ്റേ ദിലീപ് മറ്റേ അപ്പം കടിച്ച് വരുന്ന പോലെ ആയിപ്പോയി. കോട്ടെ കുഴപ്പമില്ല, ഒപ്പിക്കാൻ എന്തായാലും നമുക്കറിയാലോ നമ്മുടെ സ്വന്തം ടീമാണ്. നമ്മുടെ വീഡിയോയിലും ഇവരുടെ വീഡിയോയിലൂടെയും എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മുടെ നന്ദൂസ് ഫാമിലിയിലെ നന്ദു, മാളു, മക്കളോടെ എല്ലാരെയും കാണിക്കണം. അങ്ങനെ ശരിയാവില്ല. എവിടെ ഇവര് ഇപ്പില്ലേ സംഭവം? ഞാൻ സത്യം കാര്യം ഞാൻ പറഞ്ഞത് എന്താ അറിയാമോ? ഇവിടെ മോളൊന്ന് തല ഒന്ന് ജസ്റ്റ് മാറ്റുമ്പോൾ ഒരു ട്രിപ്പി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വേറെ ഒന്നല്ല. ഇപ്പൊ ഒരാഴ്ചയായി തോന്നുന്നു ജിമ്മിന് പോകുന്നുണ്ട് ഇവര് രണ്ടാളും. എന്റെ കണക്കൂട്ടല് ഒരാഴ്ച അല്ലേ, 1 മാസമായി പോവാൻ തുടങ്ങിയിട്ട്. കയ്യിലിരിപ്പ് ശരിയല്ലാത്തോണ്ട് ആരോ കൈ വിരിച്ച് തിരിച്ചോടിച്ച് അങ്ങനെ. അതുകൊണ്ട് പിന്നെ റെസ്റ്റ് ആയി. പിന്നെ എങ്ങനെയല്ലോ മാളുവിന്റെ കയ്യെ കാലെല്ലാം പിടിച്ച് വീണ്ടും പോവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവരിപ്പോ ഒരാഴ്ച മാള് കാല് തല്ലി കൊടുക്കും. അതെ. അപ്പൊ ജിമ്മിൽ പോയിട്ട് അല്ല നന്ദു ജിമ്മിൽ പോയിട്ടേ അപ്പൊ ജിമ്മിലത്തെ എന്തായിക്കോട്ടെ ഒരാഴ്ചയും കൊണ്ട് ഒരു വലിയ ബന്ധം നന്ദു ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ടീമിനൊക്കെ ഒന്ന് നമുക്ക് എന്റെ ജിമ്മിലെ കുറച്ച് കൂട്ടുകാർ ജിമ്മിലെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ എപ്പോഴും പറയൂലേ, അതൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധം. അല്ല, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്നറിയാമോ, നല്ല രീതിക്ക് ജിമ്മിൽ കളിച്ച് പോയിരുന്ന കുറച്ച് ടീമിനെ ഇവനങ്ങോട്ട് ചെന്ന് നശിപ്പിച്ചു. അതാണ് ഇത് സത്യാവസ്ഥയാണ്. ഇത് ജിമ്മിലെ ടീം കണ്ട. ഇതിപ്പോ രാവിലെ തൊട്ട് അവര് ജിമ്മിലൊക്കെ പോയി നല്ല രീതിയിൽ ബോഡിയൊക്കെ മേക്ക് ഓവർ ചെയ്ത് നടന്നിരുന്ന ടീമാണ്. പക്ഷെ ഇവൻ ചെന്നോടുകൂടി ഇവരൊക്കെ ഡയറ്റൊക്കെ ഷുഗർ കട്ടും ഡയറ്റൊക്കെ ആയിരുന്നില്ലേ, അതെല്ലാം തെറ്റിയില്ല ഇപ്പൊ കണ്ട. അതാണ് എല്ലാം തെറ്റിച്ച്. അപ്പൊ അതാണ് ഇവിടുത്തെ സംഭവം. അപ്പൊ എന്തായാലും ഇവര് ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇത് ജിമ്മിലെ ടീമാണ് ഇവര്. അല്ലെ പരിചയപ്പെടുത്തി എല്ലാരും നമ്മുടെ കൂട്ടുകാരാണ്. പിടിച്ചോ. ഇതിപ്പോ പാറു, ഞങ്ങൾ പാറുത്തളയെന്ന് വിളിക്കും. നമ്മുടെ സാഗരേട്ടന്റെ വൈഫാണ്. ഇത് ശ്രീലക്ഷ്മി, അതേ ശ്രീലക്ഷ്മിയുടെ ഹസ്ബൻഡാണ്. ഇത് സന്തോഷ്. ഇത് ഞങ്ങളുടെ എല്ലാമായ ദീപക്കേട്ടൻ, ഞങ്ങളുടെ കൂട്ടത്തിലെ പൊളി മനുഷ്യനാണ്. ബിരിയാണി വെച്ച മനുഷ്യൻ ആള്. നിമിഷ കാണിക്കോ ഇത്? ഇപ്പൊ ഇത് നിങ്ങളുടെ ബ്ലോഗ് ആയില്ലേ? ഇത് എന്താ പറയണ, ഈ ക്യാമറയുടെ ഉടമസ്ഥനാണ് എന്റെ ചേട്ടൻ. അല്ല തിരിച്ച് എന്റെ ചേട്ടൻ കണ്ടോ, കുഴപ്പമില്ല, പറഞ്ഞോട്ടെ. ഞാനത് ഇതെന്റെ അനിയത്തിയാണ്. അല്ലെങ്കിൽ എന്തിനൊക്കെ പറയും. തിരിച്ചു വാങ്ങിക്കോട്ടെ, തരുന്നില്ല. ഈ ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്. അപ്പൊ എന്തായാലും നമ്മള് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. എല്ലാവരും കൂടെ ഒന്ന് ഇവിടെ കൂടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്തായാലും 2 ദിവസം നമ്മളിവിടെ ഉണ്ട്. സഹിക്കുക നിങ്ങള് അല്ലേ, നിങ്ങള് നമ്മളെ സഹിക്കുക. ഇതൊന്നുമല്ല, ഇതൊക്കെ മേലെ വരാനിരിക്കുന്നുണ്ട്. അപ്പൊ ഒന്നുമില്ല, നമ്മുടെ ഈ റിസോർട്ടൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ്. കാണിച്ചു തന്നല്ല. അത് നന്ദു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചത് ഇവിടെ വരണം. അപ്പൊ നന്ദുവിനോട് പറഞ്ഞ് അങ്ങനെ ഇവിടെ എത്താൻ വേണ്ടി പറ്റി. അടിപൊളിയായിരുന്നു. അതാണ്. അപ്പൊ രാത്രിയിലത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാട്ടെ. അപ്പൊ ഇവരൊക്കെ ഉണ്ട് വഴിയെ, നമുക്ക് എല്ലാവരും ഇനിയും കാണാം അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ വന്നൊന്ന് സെറ്റ് ആവും. എന്താ ഒരു രസം അല്ലേ? ഏത് പുലരാൻ തുടങ്ങും ഒരു യാത്രയിൽ. സത്യം, അതൊക്കെ എടുക്കാം. അതേ ഒരു ആംബിയൻസ് ആണല്ലേ? പുലരാൻ തുടങ്ങും ഒരു യാത്രയിൽ വെറുതെ കിടന്നു മിഴിവാക്കവേ ഒരു നേർത്ത തെന്നൽ അലിവോടെ വന്നൻ നെറുകിൽ തലോടി മാഞ്ഞു പോയി, നെറുകിൽ തലോടി മാഞ്ഞു പോയി.
ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുകൂടി വെയിൽ വീഴവേ തനിയെ പറന്നൻ അരികിൽ വരും. നൈറ്റിലെന്തായാലും നമ്മുടെ ബ്രിഡ്ജിൻ്റെ വ്യൂ കൂടി ഒന്ന് കാണിച്ചേക്കാം. കണ്ട എത്ര എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും മതിയാവുന്നില്ല ഗൈസ്. നോക്കണേ വഴുക്കോ എവിടെ കണ്ട നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളി കേട്ടാ. കണ്ട ഓ ഇന്ദിര എന്താ എന്ത് ഡാൻസാ ഫുൾ നോക്ക് കിടലം വ്യൂ അല്ലേ കണ്ട ഫുൾ ലൈറ്റുകളാട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഫുൾ ലൈറ്റുകൾ ടൗണിലെ ലൈറ്റുകൾ. ഇവിടെ ആൾക്കാരൊക്കെ അടിച്ചു പൊളിക്കുന്നുണ്ട്. അവിടെ ഒരു നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ആ ഒരു ഇതുണ്ട്. അവിടെ ഫുൾ ആൾക്കാരുണ്ട്. ഇല്ല പേടിയൊന്നുമില്ല ഇറ്റപ്പന്. ബാ സെറ്റല്ലേ ചിറ്റക്ക് പേടിയാന്ന് ചിറ്റ അവിടെ വെക്കട്ട്. കണ്ട ഇതാണ് രാത്രിയിലത്തെ ഒരു ആംബിയൻസ് കേട്ടാ. പൊളിപ്പൊളി അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ എന്തായാലും ഇത് സ്ഥലം അറിയാമല്ല, ഞാൻ ഒരു കൂടി പറയാം. നമ്മുടെ മൂന്നാറിൽ അടിമാലിയിലാണ് കേട്ടോ. മുടിപ്പാറയിൽ റോക്ക് ക്യാമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടാണ്. ഞാൻ നമ്പറൊക്കെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യുക. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം ഗൈസ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പൂളില്ലേ നോക്കിയേ, നൈറ്റിലത്തെ ആ ഒരു വ്യൂ നോക്കി. ഓ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളി കേട്ടോ. എനിക്കിത് കാണിക്കാതിരിക്കാൻ പറ്റിയില്ല ഗൈസ്, കാണിക്കാതിരിക്കാൻ പറ്റില്ല. കേട്ടാ രാത്രി പൂളിൽ ഇതുപോലെ പൊളിയായിരിക്കും. നാളെ നമ്മൾ കുളിക്കോട്ടെ. നമ്മൾ ഇന്ന് വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചാൽ നാളെ നമ്മളിവിടെ ഉണ്ടല്ലോ. അപ്പോൾ നാളെ നമുക്ക് കുളിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ഇവർ കുളിച്ചോട്ടെ, നാളെ നമുക്ക് കുളിക്കാം. കേട്ടാ പൊളി ഫുള്ളായിട്ട് ഇട്ട് സെറ്റാക്കി ഇരിക്കണം. നാളെ ഫുൾ സ്വിമ്മിങ് പൂളിൽ തന്നെ. ഓ അപ്പോൾ നമ്മളെന്തായാലും നൈറ്റ് ഇവിടെയൊക്കെ നടന്ന് കണ്ടു. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നല്ല വിശപ്പായി. അപ്പോൾ അതെ ഇവിടെ ഭക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്ച്ചോറ്, പൊറോട്ട, ചപ്പാത്തി, ചിക്കൻ കറി, ബീഫ്. നല്ല ടേസ്റ്റ് ഫുഡ് അല്ലേ? അടിപൊളിയല്ലേ? ഫുഡ് പൊളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ല കപ്പയും കാന്താരിയും അല്ലേ? കിടിലം ഫുഡും അല്ലേ? കിടിലം വൈബും. എന്തായാലും ഇവിടെ വരാൻ നിങ്ങൾ മിസ് ചെയ്യരുത് അല്ലേ? തീർച്ചയായിട്ടും വരണം. പൊളി വൈബ്, പൊളി സ്ഥലം, പൊളി ഫുഡ്. അപ്പോൾ എന്താ പിന്നെ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കട്ടെ, എന്നിട്ട് കാണാം അല്ലേ? അപ്പോൾ ഞാൻ എന്തായാലും കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്തേക്കാട്ടെ. ഇവിടെ വരാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വിളിച്ചിട്ട് വരണേ. അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. കണ്ടോ അവിടെ എല്ലാ ആളുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഫുഡ് കഴിക്കണം. ഓക്കെ ആടാട് ആടാട് സശലമായ ആടാട് ആടുവിന്റെ ആട് വീട്ടിലെ നല്ലമ്മേ. അതിനെ കറക്കി വിട്ടെന്നുള്ള തലാറിന് വീണക്കളയോ ഇതൊന്ന് പോയി പിടിക്കുന്നേ. പൊറോട്ട ഉണ്ട്, കടലക്കറി ഉണ്ട്, അതെ പിന്നെ മുട്ടക്കറി ഉണ്ട്. ചായ കുടിക്കാൻ നിരനിരയായിട്ട് നിൽക്കുകയാണ് നമ്മളിങ്ങനെ. എനിക്ക് എടുത്തോ നൂലപ്പം ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ആ പൊറോട്ട മതിയല്ലോ. ഇവിടെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ലേറ്റ് ആയി പോയി. നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് എല്ലാം തീർന്നു. നൂലപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ പോയിക്കോ ഗൈസ്. അങ്ങനെ ചായയൊക്കെ കുടിച്ചു അല്ലേ? ഇനി നമ്മള് കറങ്ങാൻ വേണ്ടി പോയിരുന്നു. ഒരുപാട് എന്റെ അമ്മേ കടം വാങ്ങി നിൽക്കും കനവാണ് മിഴുത്തം. ഇവിടെ കിട്ടുന്നതെല്ലാം വാങ്ങി ഞാനിടുമ്പോ ഇതാണ് സ്റ്റൈൽ. പാവാട ആരുതാ? പാവാട അജിഷ. ടോപ്പ് അങ്ങനെയല്ല പറയേണ്ടത്. ഈ ട്രിപ്പിന് എനിക്ക് സ്കേർട്ട് തന്ന് സഹായിച്ച എന്റെ സിസ്റ്റർ അജിഷയ്ക്ക് ഞാൻ ബിഗ് താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ ടോപ്പ് തന്ന് സഹായിച്ച എന്റെ സിസ്റ്റർ നന്ദുവിനോടും ഞാൻ ബിഗ് താങ്ക്സ് പറയുന്നു. കൂളിംഗ് ഗ്ലാസ് തന്ന എന്റെ പ്രിയ ഭർത്താവിനോടും ഞാൻ ബിഗ് താങ്ക്സ് പറയുന്നു. നന്നായി, മതി നിന്റെ താങ്ക്സ്. ഇനി കൂടി പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് മതിയാവുന്നില്ല. പക്ഷെ കാഴ്ചകൾ തീർന്നിട്ടില്ല. ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. അപ്പോ നമ്മൾ ഇനി ആ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകണം. ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ട്, എല്ലാവരും കണ്ടിരിക്കേണ്ട പാർക്കാ. കാണിച്ചു തരാം അല്ലേ? ഇവിടുത്തെ ടീംസ് ഒക്കെ ഇവിടെ ഇങ്ങനെ ഊഞ്ഞാലാട്ടം. ഹായ്, എന്ത് പറയുന്നു ഇന്ദ്രു? തഗ്ഗുകളൊന്നും വരാത്ത എന്താ ഇന്ദ്രുവിന്റെ? ഇന്ദ്രുവിന് ചെറിയ അത്ര ഒരു സുഖമില്ല, ഒരു ചെറിയ ജലദോഷമൊക്കെ ഉണ്ട് അല്ലേ?
ഇനി ഇത് കഴിഞ്ഞ് വന്നിട്ട് വേണം ഞങ്ങൾക്ക് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ. സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇത് കണ്ട ഈ ഒരു ഫോട്ടോ ഫ്രെയിമിൽ നിന്നിട്ട് എടുത്തില്ല എനിക്ക് ഫോട്ടോ. നല്ല ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നില്ലേ? വെറുതെ പറഞ്ഞതാ ഞാൻ. ഇവിടെ എല്ലാവരും ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട്. ഞാൻ എല്ലാവരും ഒന്ന് പുതിയ ഡ്രസ്സിൽ പരിചയപ്പെടുത്താം. പുതിയ ഡ്രസ്സിൽ ഞാൻ പറയാൻ കാര്യം ഇത് കണ്ട ഇയാളെ നോക്കിയെന്ന്. എവിടെന്നാ വരുന്നത്? അമേരിക്കൻ അമ്മായിയാ. ഇത് ഇംഗ്ലണ്ട്. നീ വേറെ ഡ്രസ്സിൽ ഇട്ടുണ്ടായി, അത് മാറ്റിയാ? ഇവിടെ ബാക്കി എല്ലാവരും എല്ലാം സ്വന്തം തന്നെ അല്ലേ? അതോ നികിയെ പോലെ കടവാണല്ല? നികിയെ പോലെ കടമെടുത്താണ് ആരെങ്കിലും? എന്തായാലും കൊള്ളാം. അത് എല്ലാരും കടം തന്നെ അല്ലേ? അതെ, സൂര്യ സ്വന്തം അല്ലേ? പിന്നെ ഇവരാണ് ഡ്രസ് കോഡ്. മോനെ നിങ്ങൾ കണ്ടു നോക്കി. ഇതാണ് ഇന്ന് ശരിക്കും പറഞ്ഞല്ലേ നിങ്ങളെല്ലാം എൻജോയ് ചെയ്യാൻ വന്നത്. ഞാൻ കണ്ടെടുത്തോണ്ട് ഞാൻ ഒരു വീഡിയോ കൊടുക്കാട്ടെ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എനിക്ക് പോയി ഊഞ്ഞാലാടുന്ന ടീമിന്റെ വീഡിയോ ഞാൻ ഇതിൽ കൊടുക്കാം. അല്ലേ, അത് ഇവരാണ് എൻജോയ് ചെയ്തത്. എന്താ അമ്മമാര് ഇവരാണ് പൊളിച്ചത്. ഡ്രസ് കോഡൊക്കെ ഇട്ട് സെറ്റ് അല്ലേ? അടിപൊളി കേട്ടാ. കണ്ടാ അപ്പൊ ഈ ഡ്രസ് കോഡൊക്കെ ഇട്ടോണ്ട് ഞാൻ നല്ല അടിപൊളി ഫോട്ടോ എടുത്തിരുന്നു. സെറ്റ്. അപ്പൊ നമ്മളിങ്ങിപ്പോ എല്ലാരും കൂടി ഇറങ്ങാൻ വേണ്ടി പോകുന്നത് പാർക്കിലേക്ക്. അവിടുത്തെ കാഴ്ചകളൂടെ കണ്ടിട്ട് വരാം നമുക്ക് അല്ലേ? ഓക്കെ ഗൈസ്. അപ്പൊ നമ്മൾ പോയിട്ട് വീണ്ടും ചോറ് കഴിക്കാൻ നമുക്കൂടെ തിരിച്ചു വരണം. ഓക്കെ ഗൈസ്, അപ്പോൾ പോയിട്ട് വരാം. എന്നാൽ പിന്നെ അടുത്ത സ്ഥലം നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം മാക്സിമം. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ മൂന്നാർ എന്നാണ് ഫ്ലോറ ആൻഡ് എന്താണ് മോൻ എന്താ പേര് ഇതിൻ്റെ? ഫ്ലോറ ആൻഡ് വായിച്ച എല്ലാവരും ഫർഹേ എന്നാണ് ഫർനെ അമ്മ അറിയില്ല. എല്ലാവർക്കും ഡൗട്ടായി ഗൈസ്. അപ്പോൾ എന്തായാലും അതിലേക്ക് കയറാം. എന്തായിക്കോട്ടെ, കുഴപ്പമില്ല. നമുക്ക് ഇതിലേക്ക് കയറി നോക്കാം. ഓക്കെ, കാഴ്ചകൾ ഒരുപാട് കാണാണ്ടെന്നാണ് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇതാ ഒരു ടാഗെല്ലാം ഇവിടെ നിന്ന് കെട്ടി മെല്ലാണ്ട് കയറാകത്ത് അല്ലേ? നിറം മാറുന്ന ഒന്നാണ്, പല കളറും ഇതുമ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ അതെ മയിലുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളോട് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണാം. അവിടെ ഒരു അടിപൊളി വെള്ളച്ചാട്ടം എല്ലാം കാണുന്നുണ്ട്. അങ്ങോട്ട് അടുത്തോട്ടൊക്കെ പോവാം. ഓക്കെ, അടിപൊളിയല്ലേ? ഇതാ അതിലേ കയറാനാ പറഞ്ഞത്. അതാണ് എൻട്രി. ബാ ഫ്ലോറ എന്തെങ്കിലും ശരിക്കും പേര്? ഫോന അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ എൻട്രി. ഇതേ ഇവിടെ കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും ആദ്യം തന്നെ കുറച്ച് ഇതൊക്കെ അവിടെ തരും കൊടുക്കാനുള്ള ഫുഡ്. ഇത് നിനക്ക് തിന്നാനല്ല കേട്ടോ, അവർക്ക് എന്തെങ്കിലും കൊടുക്കാനാണ്. വാങ്ങിക്കോ. ഫിഷ് ഫുഡാ? ഫിഷിൻ്റെ ഫുഡാണ്, ആരും തിന്നേക്കല്ല. അപ്പം അത് കയറി കഴിഞ്ഞതേ ഇതിലാട് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ അതാ മെല്ലെ കൊടുക്ക് ഇതിന് മെല്ലെ കൊടുക്ക്. തെറിക്കും അല്ലെങ്കിൽ കുറച്ച് കൊടുക്ക്. എല്ലാവരും കൂട്ടത്തോടെ കൊടുക്കല്ല, പല കയ്യിലാ. ഇതാ കേട്ടാ, അടിപൊളി കേട്ടാ. അടിപൊളി കേട്ടാ, വെള്ളം തീർപ്പിക്കുന്നുണ്ട് കേട്ടോ. കൈയടിക്കാ എന്തോ പഠിച്ചാ? അടിപൊളി കേട്ടോ, സൂപ്പർ. അപ്പോൾ ഇവരിത് ഇവിടെ മീൻ എന്തായാലും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ഒരു മീനിൻ്റെ വലിയൊരു രൂപം, നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺമീനെ പോലെ തോന്നുന്നു. അതുപോലത്തെ ഒരു രൂപത്തിനുള്ളിലാണ് ഈ ഫിഷുകളൊക്കെ ഉള്ളത്. ഇതിങ്ങനെ പറന്നു വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അജിഷയുടെ കൈ കയറി. ശശിലമ്മേൻ്റെ അടുത്തും കയറി. സെറ്റായല്ലേ? നിങ്ങൾ കമ്പനി ആക്കി. കൊള്ളാട്ടാ, അടിപൊളി കേട്ടോ, നൈസ്. ഇന്ദ്രൻ്റെ കൈമ കയറ്റി നിനക്ക് മാത്രമുള്ളതാ. കളിക്ക് എന്റെ മകൻ കിട്ടി വന്നിനാ. വീട്ടിൽ കൊണ്ടുപോയാലോ? കാണിച്ച് ഇന്ദ്ര എടുത്തില്ലേ? അല്ല സംഭവങ്ങളുടെ ഉണ്ട്, കാണാനുണ്ട്. കുറേ സമയം എടുക്കും. ബാബാ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ടൈം പോകും. ഇവിടെ ഒരുപാട് പക്ഷികളല്ലാണ്ടും ഉണ്ട് കേട്ടോ. ആമ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും നേരം നമ്മൾ ഒറിജിനൽ വെള്ളച്ചാട്ടങ്ങളെ കണ്ടില്ലേ, പക്ഷെ ഒരു കൃത്രിമ വെള്ളച്ചാട്ടം അല്ലേ? പക്ഷെ അടിപൊളിയായിട്ടുണ്ടല്ലേ? സൂപ്പർ, നൈസ്, പൊളി. എടുക്കാടി ഞാൻ വീഡിയോ എടുത്തിട്ട്. ഗൈസ് ഇവിടെ എല്ലാ ഭാഗവും കാഴ്ചകളാണ്.
ഇവിടെതാ നമ്മുടെ ഒട്ട പക്ഷേ അവിടെ വന്നിട്ട് എന്തെല്ലോ ആക്കുന്നവരോട് എന്തൊരു കൈവത്തും ചിലപ്പോ കടിക്കും അതല്ലേ കടിക്കും അടുത്ത് പോകാൻ പറ്റില്ല ആദ്യം ഇവിടെ കടിക്കൂടെ തലക്കൊത്തൂടെ പൊട്ടേശ തലക്കൊത്തും ചിലപ്പോ അല്ലേ വേണ്ട വേദന വേണ്ട ഇതൊരു കടിക്കുക ചിലപ്പോ കിട്ടിക്കഴിഞ്ഞാ ഇങ്ങനാക്കിയ കൊള്ളാട്ടോ ഇത്ര അടുത്ത് ആദ്യമായിട്ടാ കാണാട്ടോ അത് എന്നെ കടിക്കാൻ വേണ്ടി അമ്മേ കടിച്ചേക്കില്ല അമ്മോ ക്യാമറ എല്ലാം കൊത്താൻ വരുന്നു അടുത്തതായിട്ട് നമുക്ക് മക്കാവ കാണാം മക്കാവ ആ യെസ് അതന്നെ ഒരു പ്രത്യേക തരം പക്ഷി ഇതാണ് മക്കാവ ഈ കാണാണ് മക്കാവ അതന്നെ സംഭവം അതിന് മക്കാവ എന്നാണ് പറയുന്നത് പോലും അപ്പൊ അവര് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് മനസ്സിലായില്ല എനിക്ക് പുള്ളിയാണ് പറഞ്ഞത് മക്കാവ എന്നാണ് പറയാന്ന് അപ്പൊ അത് കണ്ടു അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ഒരു ചെറിയ ഫ്രൂട്ട്സുകളുടെ ഇടയിൽ കൂടി ഇങ്ങനെ പോയിന് ഇവിടെ എന്തൊക്കെയോ ചെടികളൊക്കെ ഉണ്ട് ആരും പറിച്ച് തിന്നരുന്ന് എഴുതിയിട്ടുണ്ട് എന്താ സ്വീറ്റ് ലോബി ഇതായിട്ട് ലൂബിക്കുണ്ടെങ്കിൽ അവരെ പറിച്ച് തിന്നാനും ഉണ്ടാവും പക്ഷെ ഒരെണ്ണം പോലും പഴുത്തത് കാണില്ല ചീത്ത കേട്ടാലും വേണ്ടില്ല എന്ന് വെച്ചാൽ പറിച്ചാനേ വരണം എൻ്റെ ലൂബിക്ക പച്ച ലൂബിക്ക ഉണ്ടോ പഴുത്തില്ല ഗൈസ് അടുത്തതായി നിഗി പാമ്പിനെ കഴുത്തിലിടാൻ വേണ്ടി പോയണേ അല്ലേ ആരാ എടുക്കുന്നേ അന്ന് നിക്ക ഓക്കെ നമ്മുടെ അലേഖന പാമ്പിനാൽ ചുറ്റപ്പെട്ട അലേഖ ഇതാ അലേഖ ധൈര്യശാലി ആ ഓക്കെ അടുത്ത ദുർഗക്ക് ആ നിക്ക് ആ ദുർഗക്ക് ഓ ആ ഇങ്ങോട്ട് കാണിച്ചതൊക്കെ മോനെ എന്താ തോന്നുന്നേ എന്തിര് ഇട്ടോ അവര് നമ്മുടെ കൈമേൽ നിന്ന് വീണ് കഴിഞ്ഞാലുണ്ടല്ലോ ചിലപ്പോ അതിനെന്തെങ്കിലും പറ്റുമോ അതുകൊണ്ടാണ് ആ കണ്ടോക്ക് അത്രേ ഉള്ളു സംഭവം കണ്ടോ തീർന്നില്ലേ ആ പിന്നെ ഇപ്പൊ കഴിഞ്ഞ പേടിയെല്ലാം കഴിഞ്ഞില്ലേ അത്രയും ഇത്രയുള്ള സംഭവം ആ അടിപൊളി കൈ കാണിക്കും ഇങ്ങോട്ട് കൈ കാണിക്കും ഉണ്ണിക്കോട്ടണം ഗൈസ് അവ പാമ്പിനെ എടുത്തോണ്ടിരിക്കുന്നുണ്ട് എല്ലാരും പിന്നെ നമുക്ക് ഒരെണ്ണം എടുത്താലോ പറയല്ല എല്ലാരും മാറി നിൽക്കണ്ട പൂർണ്ണ ധൈര്യം സംഭരിച്ച അമ്മായി കയ്യിലെടുത്ത് അതാണ് പവർ വേൾഡിലെ തന്നെ ഏറ്റവും സ്മോളസ്റ്റ് എന്താ ഇത് എന്നെ പറഞ്ഞു പൊങ്കനൂർ കൗ അല്ലേ ഓ ഇതാണ് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ കുറുക്കൻ പക്ഷെ നല്ല ക്യൂട്ട് കുറുക്കൻ അതിനുള്ളിൽ പോയിരിക്കണോക്കെ അല്ലേ നല്ല രസമുണ്ട് ഇതിനെ വീട്ടിൽ വളർത്തുന്ന ആൾക്കാർ കിട്ടിക്കഴിഞ്ഞാൽ പൂച്ചയാണെന്ന് മുയലാണെന്ന് വെച്ചിട്ടല്ലേ ചൈനീസ് ഇമ്പോർട്ടാണ് ആഫ്രിക്കക്കാരാണ് അല്ലേ ചൈനക്കാരും ഉണ്ട് ആഫ്രിക്കക്കാരും ഉണ്ട് കർണാടകക്കാരും ഉണ്ട് നമ്മൾ കണ്ടു പഠിക്കേണ്ട കാര്യമാണ് ഒരു ഫൈറ്റ്സും ഇല്ലാതെ അവർ അത്ര ചെറിയൊരു സ്ഥലത്ത് ജീവിക്കുന്നുണ്ട്. അപ്പം എന്തായാലും നികിത പോയിട്ടുണ്ട് ഇത് വെർച്വൽ റിയാലിറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. റിയാലിറ്റി അല്ലേ മാറിയിട്ട് ബാക്കി എന്താണെന്ന് നോക്കട്ടെ അല്ലേ നമുക്ക്. പേടിക്കണ സാധനം തന്നെ ഇട്ട് കൊടുക്കണേ പരമാവധി. ആ അപ്പൊ നികി എന്തായാലും വെക്കുന്നുണ്ട്, എന്താണ് നോക്കാൻ നമുക്ക്. നിക്ക് എന്തോ പറ്റി എന്തോ പറ്റി നിക്ക്. എന്താണ്ടായ ഞാൻ മക്കളെ നിങ്ങൾ ഇറങ്ങി എല്ലാവർക്കും
നീ ഇങ്ങോട്ട് നടക്കുമ്പോ ചെലവ് വന്നാൽ നല്ല കിട്ടും, തൊഴി കിട്ടും ചിലപ്പോ, മനസ്സിലായോ? അതാ പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മുടെ കുതിര ഉണ്ട്. ഇനി ഒന്ന് കുതിരപ്പുറത്ത്, ആരാ കുതിരപ്പുറത്ത് കയറണേ? എല്ലാവർക്കും ബാക്കി പോലെ തൊഴി കിട്ടും. ഇങ്ങോട്ട് മാറിക്ക് അടിച്ചെടുത്ത് തൊഴിച്ചിട്ട് നിന്നെ തെറിച്ചു പോക്കായിരിക്കും. ഇവിടെ നമ്മുടെ എന്താ പേര്? ഇതാണ് നമ്മുടെ ആള്. ഇല്ല, ചാടും കുതിര, ഓട്ടും കുതിര, ചാടും കുതിര, കേട്ടല്ലേ? നോക്ക്, ആരിൽ കയറണ 1-2 പേര് കയറി, സമയം ഒരുപാടാവും. അത്ര ഇതുള്ള ആരെങ്കിലും 1-2 പേര് കയറിക്കോ. നീലും കയറുന്നുണ്ട് അവിടെ നിൽക്ക്, കുറേ ടൈം അവിടെ. ആരിൽ 1-2 കയറി. ഇല്ലില്ല, ഒരാൾ 1-2 ചേർത്ത കുറെ ടൈമായി പോവല്ലോ. അപ്പൊ അതെ സൂര്യ ആയെന്ന് തന്നെ ട്രൈ ചെയ്യുന്നുണ്ട്. കുറച്ച് മതി, വേണമെങ്കിൽ കുറച്ച്, ഫുള്ള് വേണ്ട, ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഇങ്ങനെ കയറിയിട്ട് വേഗം ഇറങ്ങുന്ന രീതിയിൽ മതി. പിന്നെ കുതിരക്ക് എന്തെങ്കിലും ആവാന്ന് നോക്കി കലരും. അയവ നെഞ്ഞ മറ്റേ ഗായ്സ് അങ്ങനെ കണ്ടതാ. സൂര്യ നിഖിനോട് അങ്ങനെ കേറാൻ പറഞ്ഞ കേറിക്കൂടെ നിനക്ക്. ഗായ്സ് അങ്ങനെ നിഖി ധൈര്യം സംഭരിച്ച് ആദ്യമായി കുതിരപ്പുറത്ത് കയറിയിരിക്കുകയാണ്. നമ്മുടെ കുതിര മുന്നോട്ട് നീങ്ങി. പോയിക്കോട്ടെ കുതിര, പോയിക്കോ, പോട്ടെ കുതിര, അങ്ങോട്ട് പോട്ടെ അല്ലേ? ഗൈസ് നിഖിയെ കൊണ്ട് കുതിര പോയി. ഗൈസ് നിഖിയെ കൊണ്ട് കുതിര പോയി. പോട്ടെ, കുതിരയും ഒരു കുതിര പോയാലെന്താ? ഞാനല്ല പറയേണ്ടത്, കുതിരക്ക് തോന്നണം. ഇങ്ങോട്ട് തിരിക്ക് കുതിരനാ. കുതിര പുല്ലിനാ പോയി നിന്നെ കൊണ്ട്. എങ്ങോട്ടാ ഇത് ഗൈസ്? ഞാൻ പറയട്ടെ ബ്രോ, നല്ല പുല്ലുള്ള സ്ഥലത്തേക്ക് കുതിരനെ മേയാം. ബ്രോ, നല്ല പുല്ലുള്ള സ്ഥലത്തേക്ക് കുതിരനെ മേയാൻ വിട്ടാലോ നമുക്ക്? നിക്ക്, നല്ല പുല്ലുള്ള സ്ഥലത്ത് നോക്കിയിട്ട് കുതിരനെ മേയാൻ വിടട്ടെ? ഈ കുതിരക്ക് ഒന്ന് കാട്ടിലേക്ക് പോകാൻ തോന്നിയിരുന്നെങ്കിൽ. എന്നാ പിന്നെ കുതിരപ്പുറത്ത് ആയതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ എനിക്ക് കുതിര കൊള്ളൂലാണ്. കുതിര പോരാ, കുതിരക്ക് സ്പീഡില്ല. ഇവക്ക് ഇത്രയും ധൈര്യമോ? ഈ ധൈര്യം ഞാൻ ചാൾസ് ശോഭരാജിൽ പോലും കണ്ടിട്ടില്ലല്ലോ. ഇതിനെ ഈ ധൈര്യം ഞാൻ ചാൾസ് ശോഭരാജിൽ പോലും കണ്ടിട്ടില്ലല്ലോ. നിന്റെ ധൈര്യം ഭയങ്കര ധൈര്യം എന്നൊക്കെ നോക്കുമ്പോ. കുതിരക്ക് കുതിരക്ക് കാട്ടിലോട്ടെ പോയിക്കൂടെ? ഇതിനെ കൊണ്ട് പോയിക്കൂടെ? കൂടെ ഞങ്ങൾ പോയി വരൂ. ചെറുതുള്ളതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, മര്യാദ പോയാൽ മതി, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വധിച്ചാനെ. എല്ലാവരും കയറി കഴിച്ചു, അമ്മായി വരെ കയറി, കണ്ടില്ലേ? ഓ എന്താ മോനെ, എന്തിനു പോ? എന്തിനു പോ? ചെല്ല്. അതാ എന്തിനു അമ്മ ഞെട്ടിപ്പോയല്ലേ ശരിക്ക്? ഓ മോനെ, ശരിക്ക് ഞെട്ടിപ്പോയി കേട്ടോ, ശരിക്ക് ഞെട്ടിപ്പോയി. മതി എന്തിനു പോയി നിന്നാ മതി, ചെല്ലേ. കെട്ടിപ്പിടിക്കാൻ പറ്റില്ല, കൈ ഒതുങ്ങൂല, അത്രേ ആവുള്ളൂ. എല്ലാം ഞെട്ടി കഴിച്ചു. ഇത് പെട്ടെന്ന് വന്നപ്പില്ലേ ആഞ്ഞോടി എല്ലാരും കൂടി. കേറ്. ഓക്കെ റെഡി. ഓ ഇങ്ങോട്ട് നോക്കടാ, ഹായ് കാണിക്കടാ. എന്തൊരു ഹായ് കാണിക്കണ്ടാളും.
ദൈവം ഇവരെല്ലാം ഗോറില പിടിച്ച് കഴിച്ചു. ഗോറില പിടിച്ച് എല്ലാത്തിനെയും ഗോറില പിടിച്ച് കഴിച്ചു. ഗോറില പിടിച്ച് അങ്ങനെ ലാസ്റ്റിലാ ദുർഗയും നമ്മുടെ അലേഖയും കൂടി കേറി അല്ലേ. ഒരു ഫോട്ടോ എടുക്കട്ടെ. അതെ ഇതെന്താ അതിനകത്ത് മാറിക്കടാ നേരത്തെ പിടിച്ചു. അതിന്റെ തല കറങ്ങി. അയ്യോ അയ്യോ അയ്യോ. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടാ. ഇവിടെ വന്നിട്ട് ഞങ്ങക്ക് സമയം പോയത് അറിഞ്ഞിട്ടില്ല അല്ലേ. അടിപൊളിയായിരുന്നു. എല്ലായിടത്തും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങളെ സത്യം പറയാല്ല അവിടെ നിന്ന് നമ്മളിങ്ങനെ വിട്ടപ്പോ പാർക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും കാണണല്ലേ ആ ഒരു മനസ്സിലൊരു മടുപ്പുണ്ടായി. പക്ഷെ ഇവിടെ വന്നിട്ട് സംഭവം സൂപ്പറായിരുന്നു. താങ്ക് യു. എല്ലാം വെറൈറ്റിയാണ്, അടിപൊളി കേട്ടോ. എന്തായാലും നമുക്ക് ജസ്റ്റ് ഇതും കൂടി ഒന്ന് കയറി കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ, ഒന്നും എടുക്കരുത്, കയ്യിൽ കയറി കാണുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളിയല്ലേ? വെറൈറ്റി ആണല്ലേ? അപ്പോൾ എന്നാ പിന്നെ എന്തായാലും നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇതും കൂടി കയറി കണ്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ അങ്ങോട്ടേക്ക് പോകും അല്ലേ. അടിപൊളിയല്ലേ മിന്നു? ഇവിടെ ഒരുപാട് ഇത് വുഡാണോ? വുഡാണ് കേട്ടോ. കണ്ടോ, നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാം. ഷോക്കേസിലൊക്കെ വെക്കാൻ വേണ്ടി പറ്റിയ ഒരുപാട് ഐറ്റംസുകളുണ്ട് കേട്ടോ. മോനുണ്ടല്ലോ വീട്ടില്, അതുണ്ട് വീട്ടില്. നോട്ടത് എത്രയുണ്ട് പ്രൈസ് ടാഗ് നോക്കട്ടെ. ബാ സമയായി വാ, അല്ലെങ്കിൽ ഇനി ഫുഡ് കിട്ടൂലേ ഗൈസ്. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നമ്മുടെ വണ്ടി കയറി നമ്മൾ നേരെ റിസോർട്ടിലേക്ക്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ഒന്നും പറയാനില്ല. പാമ്പിനെ എടുത്ത കാര്യത്തിലിട്ടാ പിന്നെ ഇവരെ കുറെ ആൾക്കാരെ നമ്മളാരും ഞങ്ങളെല്ലാം കേറി. നമ്മളോട് കയറാൻ പറഞ്ഞിരുന്നു. ഹാപ്പി ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നന്ദു സംഭവം അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഞാൻ പറഞ്ഞ പിള്ളേർക്ക് എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് അമ്മു അതിലെ കൂക്കി വിളിക്കലായിരുന്നു ഇവള്. പിന്നെ നന്ദു, നിധി നന്ദു കരഞ്ഞിതായിരുന്നു. ഞാൻ സൂപ്പർ സംഭവം അടിപൊളി പൊളിയായിരുന്നു. ഫുഡ് കഴിക്കണം നമുക്ക്. ഇവരിവിടെ ഇന്ന് ഗിഫ്റ്റുകൾ കൈമാറുന്ന ഒരു ഗെയിം അല്ലേ? ഇത് എന്താണെന്ന് അറിയില്ല, എനിക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. എന്തൊക്കെയോ എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാരും വീതിച്ചെടുക്കാൻ വേണ്ടി പോകും. ഇതിപ്പോ അവസാനം അടിയാവോ അത് ഇതെല്ലാരും കിട്ടുമോ എന്നെല്ലാം കണ്ടറിയാം നമുക്ക്. അതാണ്. അപ്പൊ അതെന്തായാലും നമുക്ക് വീഡിയോ കാണാം. ഓക്കെ. ട്രെൻഡിങ് ആയിട്ടുള്ള റീലും ഞങ്ങളും ചെയ്യാൻ വേണ്ടി പോവേന്നെ കേട്ടാ. അതിങ്ങനെ എടുത്താൽ അടുത്തതേ വേട് രസമായിട്ടില്ല. ഒന്നും കൂടി ഇല്ല ഇതായി എന്താ കുഴപ്പമില്ല. അതെ അതെ വീട് അങ്ങനെ ആക്കല് മിന്നു. കിട്ടിയ ഗിഫ്റ്റുകൾ ഇതായിരുന്നു മക്കളെ ഇവരുടെ റീൽസ്. എന്തൊക്കെയാ കിട്ടിയ എനിക്ക്? നിനക്ക് എന്താ കിട്ടിയ? നിനക്ക് കിട്ടിയെല്ലാം കാണിച്ചേ. ഒരു ക്യൂടെക്സ്, പിന്നെ കമ്മല്,
ഇതെല്ലാം എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പൊ അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും ഇതുപോലത്തെ സെയിം ഐറ്റങ്ങൾ ഉണ്ടാവും. അല്ല, ഒരുപാട് സാധനങ്ങൾ കിട്ടിയല്ല, അതാണ് ഏറ്റവും ഗുണം. അതെ, ഒന്നും വെറുതെ 50 രൂപ കൊടുത്ത് വാങ്ങിയോണ്ട് നമുക്ക് ഇതാ ലോക്കൽ സാധനം വാങ്ങി നല്ല ഞാനല്ലേ 50 രൂപ വില വാങ്ങിച്ചു കൊടുത്തത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അല്ല നന്ദോനെ, ചോറ് അപ്പൊ ഞാനാണ് വിളമ്പി കൊടുക്കുന്നത്. ചോറ്, ഇവിടെ കറികൾ എല്ലാം റെഡിയാണ്. മോരുകറി ഉണ്ട്, സാമ്പാറുണ്ട്, അച്ചാറുണ്ട്, മീൻകറി ഉണ്ട്, അങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ചോറ് കഴിക്കട്ടെ അല്ലേ? വരിയായി എടുത്തോ. വിശന്ന് കത്തി പ്രാണം കത്തുന്ന പറഞ്ഞു. പ്രാണം കത്തുമ്പോൾ ഇതുപോലെ ഒരു ചോറ് കിട്ടുന്നത് ഭയങ്കര രസമാണ് അല്ലേ? നല്ല ടേസ്റ്റ് തോന്നുന്നു. നീ മീൻകറി എടുത്തില്ല, ഞാൻ മീൻകറി എടുത്തിട്ടുണ്ട്. കഴിക്കട്ടെ കഴിച്ചു. അപ്പൊ നിങ്ങൾ എല്ലാവരും ചോറ് കഴിച്ചെന്ന് കഴിക്കുന്നു. നമ്മൾ കഴിക്കട്ടെ എന്നാ പിന്നെ അല്ലേ? കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമുക്കിനി പൂളിലേക്ക് ഇറങ്ങേണ്ടത് അല്ലേ? പൊളിക്കണം. ഗൈസ്, ആരാണ് ഈ വരുന്നത്? വിന്തമ്മ പാൻറ് ഇട്ടിട്ട് നിങ്ങളുടെ പാൻറ്റെല്ലാം ഇട്ട് പൂളിലിറക്കാൻ വേണ്ടി വിളിച്ചിട്ട് വന്നിട്ടാ ഒരുമാതിരി മറ്റെന്താ പറയാ, ഒന്നും ഇടാത്ത കളി കളിക്കുന്നല്ലേ? ഞങ്ങൾ നിർബന്ധിച്ച് കൊണ്ടുവന്നു. പിന്നെ പൂളിലിറങ്ങുമ്പോ പിന്നെ ഇതെല്ലാം നല്ലതല്ലേ? നല്ലുണ്ട് നമുക്ക് അടിപൊളി. ബാ, അപ്പൊ എന്നാ പിന്നെ നമുക്ക് എന്തായാലും പൂളിലേക്ക് കിടക്കാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ഇവിടുത്തെ റോക്ക് ക്യാമ്പർ റിസോർട്ടിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പൂളാണ്. ഇത് കണ്ട ഒരു ഇൻഫിനിറ്റി. ബായ് ടീമേ, സൂര്യ, ഇവരൊക്കെ കൂടെ പൊളിക്കാണ്. കണ്ട ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര അടിപൊളി വ്യൂ കണ്ടുകൊണ്ടുള്ള ഒരു കിടിലം പൂള്. എന്താ നോക്കല്ലേ, പൊളി. ശരിക്കും പറഞ്ഞാ ഇവിടത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാവരും എന്താണ് പൂളിലേക്ക് ഇറങ്ങുമ്പോ പൂളില് നമുക്ക് പൊളിക്കാന്നല്ലേ? ശരിക്കും പറഞ്ഞല്ലേ 2000 രൂപ ഉള്ളു ഇവിടേക്ക് വരാൻ വേണ്ടിട്ട്. 2000 രൂപ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മളിപ്പോ ഈ എൻജോയ് ചെയ്തുപോലെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം അടിപൊളിയായിട്ട്. നമ്മൾ വേറെ എവിടെ പോകണം അല്ലേ? ഇത്ര അടിപൊളി സ്ഥലം നമ്മുടെ ഈ പറഞ്ഞ ഈ അടിമാലി മൂന്നാറിലുള്ളപ്പോൾ വേറെ എവിടെയാ പോകണ്ടേ? കണ്ടാ അത്ര വ്യൂ എല്ലാ ഭാഗവും. എന്താ ഒരു പൊളി. പൂള് തന്നെ മതിയല്ല ശരിക്കും പറഞ്ഞാല്. പൊളി സംഭവം, പൊളി. എന്തായാലും ആര് എൻ്റെ മയ്യ തുള്ളാത്തവരൊക്കെ തുള്ളും. സംഭവം നമ്മൾ പൊളിക്കാണ്. നിക്ക് തന്നെ അങ്ങോട്ട് ഫസ്റ്റ് തുള്ളല്. വിന്തമ്മ തുള്ളണ്ട. വിന്തമ്മ തുള്ളിയ ചിലപ്പോൾ ഇതായി പോവും, കാല് താവുമല്ല. എല്ലാം അവിടെ നിന്ന് എല്ലാം ഇറങ്ങണം വിന്തമ്മേ. അങ്ങനെയല്ല, ഞാൻ പിടിച്ചിറക്കിക്കോളാം. നിക്ക് ഞാൻ ഇറങ്ങിത്തരാം. അങ്ങനെയല്ല അവിടെ മാറിക്ക് വിന്തമ്മ ചാടാൻ പോകുന്ന കാലുത്ത് സൂപ്പറായിട്ട് നീന്തുന്നുണ്ടല്ലോ. അതാറ് നീന്തിപ്പോയിട്ടാ അടിപൊളി. വിന്തമ്മ നീന്തി അങ്ങോട്ട് പോന്തരുത്. അവിടെ നിക്ക് നിലയെത്തു ഗൈസ്. അപ്പൊ നീക്ക് എന്തായാലും എന്തേ തുള്ളാൻ വേണ്ടി പോയണേ. നിക്കറടേ. ഒന്നുമില്ല, എപ്പോഴും തുള്ളുന്നല്ലേ. നീ തുള്ളിക്കോ, മാറിക്കോ മക്കളെ, മാറിക്കോ. ആ തുള്ളടി. പിന്നെ നിലയെത്തൂല, ഇനി തള്ളിയിടുവേ. ആ തുള്ളിക്കോ. വെള്ളം കുറവാണ്. തുള്ളടി അല്ല പിന്നെ അല്ല ഇതിനെ സിമ്പിളായിട്ട് എല്ലാവരും പഠിച്ചു ഗൈസ്. എല്ലാവരും പഠിച്ചു. കഴിഞ്ഞ എല്ലാവരും നമുക്ക് ഇതിനെ മുങ്ങിച്ചാവാൻ പോകുന്നൊരു സാധനം കിട്ടിയിരുന്നു. എല്ലാവരും ഇറങ്ങിക്കോ. അപ്പൊ എന്നാ പിന്നെ നമ്മള് പൂളിലൊന്ന് എൻജോയ് ചെയ്യട്ടെ ഗൈസ്. അപ്പൊ നമുക്ക് അതിന് ശേഷം കാണാം. ക്യാമറ റോളിംഗ്, സ്റ്റാർട്ട്, ആക്ഷൻ. ഗൈസ്, എപ്പ ഇറങ്ങിയതാണെന്നറിയാമോ? ഈ സമയം വരെ കേറിയിട്ടില്ല. ലാസ്റ്റ് ശശലമായും വിന്തമ്മോട് വിളിക്കാൻ വന്നേക്കണ്ട. നിങ്ങളെല്ലാം കുളിച്ചു പോയില്ലേ? ഇതാ ലൈറ്റ് ആയപ്പോൾ ഒരു പൂളിന്റെ ഒക്കെ ലൈറ്റ് ഒക്കെ കണ്ട അടിപൊളി ആംബിയൻസ് ഇട്ടോ. സംഭവം പൊളി. മഴയെല്ലാം പോയി, നല്ല അടിപൊളിയായി. ഇനി നമുക്കൊരു ക്യാമ്പ് ഫയർ ഉണ്ട്. വാ കേറ്. ഇല്ല ഞാൻ ഇപ്പൊ കേറാൻ പറഞ്ഞ കേറിക്കോളാം. കേറിക്കോ. ഇവിടെ ഞങ്ങളിപ്പോ ഒരു ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. പൂളും കാര്യങ്ങളൊക്കെ ഇവിടെ റോക്ക് ക്യാമ്പർ കണ്ടാ. നമ്മള് തകർത്ത പൂള് ഇവരുടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാണ്.
നമ്മുടെ അൽഫാം ഇവിടെ റെഡി ആവാൻ വേണ്ടി ചിക്കൻ ഇങ്ങനെ മസാലയൊക്കെ പുരട്ടി ഇങ്ങനെ സെറ്റ് ആക്കിയിട്ട് ഗ്രില്ലിലേക്ക് അങ്ങോട്ട് വെക്കാൻ വേണ്ടി പോയിന് വെച്ചു. ഓ ഇനി ഇതിന്റെ ഒരു സ്മെല്ലങ്ങ് വരുമ്പോഴാണ് അല്ല ഇനി ഇതിന്റെ ഒരു സ്മെല്ലങ്ങ് വരുമ്പോഴാണ് എല്ലാവർക്കും അങ്ങോട്ട് എന്താ പറയാ അവിടെ നിന്ന് ഇവിടെ നല്ല ആൾക്കാർ വരിക അല്ലേ ഗൈസ്. അപ്പൊ ഡാൻസും പരിപാടിയൊക്കെ കൂടെ തകർത്തോണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അൽഫാം ഇവിടെ ഗ്രില്ല് ചെയ്തോണ്ടിരിക്കുകയാണ്. സംഭവം പൊളി. അപ്പൊ ഗൈസ് നമ്മുടെ അൽഫാം ഇവിടെ റെഡിയാണ്. ഞാൻ പാത്രത്തിലെടുത്തേക്ക് കൊണ്ടുവരണ്ടേ, ഇവര് ഡാൻസ് കളിക്കുന്നോടത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പുറത്താണ് ഗ്രില്ല് ചെയ്തത്. നല്ല ചൂട് സംഭവം പൊളി പൊളി വൈബ്. അപ്പൊ ഒന്നും നോക്കണ്ട, എല്ലാരും വന്നോ നമ്മുടെ റോക്ക് ക്യാമ്പർ റിസോർട്ടിലേക്ക് അല്ലേ. ഗൈസ് അപ്പൊ നമ്മളെന്തായാലും ഇന്നലത്തെ നൈറ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. ഒരു ഒച്ചപ്പാടി കാണിച്ചാലോ എന്റെ പൊന്നു മക്കളെ, ഒരു കണ്ണാടിയുടെ മുമ്പിൽ കിടന്നിട്ട് തല്ലി പിടിക്കണം നേരെ ഏറ്റവും പൊക്ക കൂട്ടത്തിൽ ഏറ്റവും ഹൈറ്റ് ഉള്ള മുമ്പിൽ കയറിയിരിക്കണം. പിന്നെ ബാക്കി ചിമിട്ടുകൾക്കൊന്നും ഇവിടെ നിൽക്കാനും കഴിയുന്നില്ല. അത് പറയട്ടെ, ചോദിക്കട്ടെ, ഇവളെ റൂം അപ്പുറത്ത്, ഇവിടെ കണ്ണാടിന്റെ സൂര്യപ്പുറല്ലേ? നിനക്ക് ഇവിടെ അധികാരമില്ല. നീ അപ്പുറം എങ്ങനെ 2 റൂമിൽ 2 തോണി കാല് വെക്കാൻ പാടില്ല. ഇതാണ് എന്തെങ്കിലും ആവട്ടെ, ഇവരെന്തെങ്കിലും ആകട്ടെ. 3 നൂറ് അടിയിടുന്ന എന്താ ചെയ്യാ. സമയമായ ഞാൻ ഇറങ്ങിയാണ് ഉള്ള കാര്യം പറയാം. ഞാൻ റെഡി അവിടെ നിൽക്കണം. അതന്നെ ഇവിടെ അമ്മമാരെല്ലാം സെറ്റാണ് കണ്ടോ. ഇവരൊക്കെ അടിപൊളിയായി നേരത്തെ റെഡി ആയിരിക്കണം. പോയാ മതി ഇനി അങ്ങോട്ട് അല്ലേ. തമ്മി തല്ലിക്കോളും. ബിഗ് ബോസ് ഒക്കെ അതിന്റെ പുറകെ നിൽക്കും. ഇതായിരിക്കും അല്ല, ഇത് KK ബോസ്. അടിപൊളി ഗൈസ്. അപ്പൊ എന്തായാലും നമ്മളൊരു ഓഫ് റോഡൊക്കെ പോയി ഒരു ചെറിയ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വരാം. നിങ്ങൾ വരുന്നില്ല? കണ്ടും അടുത്തല്ലേ, നമ്മൾ പോയിട്ട് വരാം കേട്ടോ. ഇതിനെ കൂട്ടട്ടെ ബായോ, നമ്മുടെ ടീമിലേക്ക് എടുത്തിട്ടുണ്ട്. പോവാ മക്കളെ, തകർത്താലാ. ഓ ഫോട്ടോസ് നമ്മുടെ പയ്യനെ നേരത്തെ ഇന്നലെ പരിചയപ്പെടുത്താൻ പറഞ്ഞ പേരെന്താണ്? ജിതീഷ്. അമ്പോന്ന് വിളിക്കും. ഇനി പരിചയപ്പെട്ടിട്ട് പേരെന്തിനാണ് അല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ റെഡിയാണ്. എന്താണ് വണ്ടി പോളി പോളി. അപ്പൊ നമ്മ 2 വണ്ടിക്കാണ് പോണത്. പോവാല്ലേ, സെറ്റല്ലേ അമ്മായി? റെഡി. അപ്പൊ എന്നാ പിന്നെ ഈ ജീപ്പ് മുമ്പിൽ പോട്ടെ, നമ്മൾ പുറകെ വരാം ഗൈസ്. അപ്പൊ നമ്മളിതേ നമ്മുടെ അടുത്ത ട്രക്കിങ്ങിന് വേണ്ടി പോയാണ്. എവിടേക്കാ ബ്രോ നമ്മൾ പോകുന്നിപ്പോ? തലമാൻകുത്ത് വാട്ടർഫാൾസ് അല്ലേ. അതാണ് തലമാൻകുത്ത് വാട്ടർഫാൾസ്. പിന്നെ മാമലകണ്ടം അല്ലേ, ആ ഭാഗത്തോട്ടാണ് നമ്മൾ പോണത്. എന്തായാലും കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് എല്ലാവരും അല്ലേ. ഇവിടെ എല്ലാരും വണ്ടിയിൽ നിറഞ്ഞ അവസാനം തലയൊക്കെ നോക്കണം. അത്യാവശ്യം ഒരു ചെറിയ ഓഫ് റോഡുകളൊക്കെയാണ് നമ്മൾ ഇനി വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്തായാലും ഇതും കൂടി നമ്മുടെ ഈ യാത്രയില് അതെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ ഒരു യാത്രയൊക്കെ വരാൻ താല്പര്യമുള്ളവര്, അപ്പൊ ഞാൻ ഈ പറഞ്ഞ റോക്ക് ക്യാമ്പർ റിസോർട്ടിലേക്ക് പോര്. നമ്പറും കാറിലൊക്കെ കൊടുത്തിട്ടുണ്ട്, വിളിക്കുക. നേരെ ഇങ്ങനെ പോകുന്ന അടിപൊളി അല്ലേ. നമ്മളെ ഫ്രണ്ടിൽ പോണ ജീപ്പ് ഇതേ പോകുന്നുണ്ട് കേട്ടോ. അവിടെ പാട്ടൊക്കെ തുടങ്ങി. ആ വണ്ടിക്കകത്ത് അവർ തകർക്കുന്നുണ്ട് ഗൈസ്. നമ്മളപ്പോ ഇവിടെ എത്തിയത് ഇപ്പോ ഏതാണിത്? വാളറ വെള്ളച്ചാട്ടം. അതിന്റെ മുകളിലാണ് നമ്മൾ നിൽക്കണം. അങ്ങ് താഴെ വരെ വെള്ളം. ഇപ്പൊ വെള്ളച്ചാട്ടമൊക്കെ താഴെയായി. നമ്മൾ അത്രയും കുന്ന് മേലെ ഉള്ള കണ്ടോ. വണ്ടികളൊക്കെ താഴെ അങ്ങ് പോകുന്ന കാണാം. എയർപോർട്ട് അല്ലേ. ഇവിടെ നിന്നാ ശരിക്കും നെടുമ്പാശ്ശേരി എയർപോർട്ട് അങ്ങ് ദൂരത്ത് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞത്. ഈ വെള്ളമൊക്കെയാണ് താഴെ ചീയപ്പാറ വാട്ടർഫാൾസിലേക്ക് ചെന്ന് എത്തുന്നത് കണ്ടോ. ഇതിൽ കൂടി ഇങ്ങനെ നടന്ന് കണ്ടോ, ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ അങ്ങോട്ട് ഒഴുകി പോകുന്നതും കണ്ട് ഇങ്ങനെ അങ്ങ് നടന്ന് അങ്ങോട്ടൊരു യാത്രയുണ്ട്. ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ്. വന്നോ ഒന്നുമില്ല, അത്ര വലിപ്പമൊന്നുമില്ല. വന്നോ, കയറാൻ പറ്റും കണ്ടോ. ആഹാ, എന്താ ഒരു വ്യൂ എൻ്റെ മോനെ. പൊളി വൈബ്. നല്ല മഴയത്ത് ഇവിടെ ഇറങ്ങാൻ പറ്റില്ലല്ലോ ബ്രോ, വെള്ളമായി പോകില്ല അല്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ 2 ജീപ്പ് ഓടിയെത്തിയത് എവിടേക്കാണ് എന്ന് വെച്ചാൽ, എവിടേക്ക് എത്തിയ നന്ദു? മാമലക്കണ്ടം.
അതെ, നമ്മളിങ്ങനെ റീൽസിലും പിന്നെ ഷോർട്സിലൊക്കെ ഇങ്ങനെ ഒരുപാട് കാണാറുണ്ട്. പക്ഷെ അപ്പോഴേ വിചാരിച്ചത് നേരിട്ട് കാണണമെന്നല്ലേ. ഇപ്പൊ നമ്മളിത് നേരിട്ട് അങ്ങനെ കണ്ടു അല്ലേ ബിന്ദമ്മേ? എന്താണ് സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്തൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഗവൺമെൻറ് ഹൈസ്കൂൾ മാമലക്കണ്ടം. ശരിക്കും പറഞ്ഞാൽ ഇത് എറണാകുളം ജില്ലയാണെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഇടുക്കി മൂന്നാറൊക്കെ അടിമാലിയൊക്കെ വന്ന് ഇത് എറണാകുളം ജില്ലയിലേക്ക് എത്തിക്കണ്ട. ഇതിൻ്റെ ഒരു വ്യൂ നോക്കി സ്കൂളിൽ നിന്നുള്ള വെള്ളച്ചാട്ടം ഇപ്പോൾ കുറച്ച് കുറവാണ്, എന്നാലും ഇത് അവിടെ ഇങ്ങ് കാണാം. നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇത് അവിടെ വെള്ളച്ചാട്ടമുണ്ട് ചെറിയ രീതിയിൽ, കണ്ട. ഇതാണ് ആ സ്കൂളും സ്കൂൾ പരിസരവും. അപ്പം നമ്മളെന്തായാലും അടിച്ച് പൊളിച്ചോട്ടെ. അപ്പം നിങ്ങൾക്ക് ഇവിടെ റോക്ക് ക്യാമ്പർ റിസോർട്ടിൽ വരാം. ഇവിടുത്തെ 2000 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. അതിൽ ഞാൻ കാണിച്ചിരുന്നില്ലേ അവിടുത്തെ റൂം, കാര്യങ്ങൾ, സ്വിമ്മിംഗ് പൂൾ, അതുപോലെ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ ആ ഒരു ചായ, കപ്പ, രാത്രിയിലത്തെ ഭക്ഷണം നല്ല അടിപൊളി ഫുഡാണ്, ബീഫൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, നൈറ്റ് ക്യാമ്പ് ഫയർ, പിന്നെ നമ്മൾ കാണിച്ചില്ല എക്കോ പാർക്കില്ലേ മൂന്നാറിൽ, ആ പാർക്കിലേക്കുള്ള എൻട്രി, അങ്ങനെ എല്ലാം കൂടി അടങ്ങുന്നൊരു പാക്കേജാണ്. പെർ ഹെഡ് 2000 രൂപ വരുന്നുള്ളൂ. അപ്പം ഞാൻ നമ്പറേ കൊടുത്തേക്കാം, നിങ്ങളെ വിളിച്ച് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ വരാം കേട്ടോ. നമ്മളിത് അങ്ങനെ നല്ലൊരു യാത്രയ്ക്ക് ശേഷം നമ്മുടെ ചെക്കന്തയുടെ റിസോർട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, എല്ലാവരും എൻജോയ് ചെയ്തു. വണ്ടിയിൽ ടയർഡായാ? ഇനിയിപ്പോൾ നമ്മൾ നല്ല നമ്മുടെ യാത്രയുടെ ഒരു അവസാന നിമിഷങ്ങളിലേക്ക് എത്തി. നമ്മൾ ആ സമയത്ത് മൊബൈലൊക്കെ പൊട്ടിക്കുന്നുണ്ട് അവിടെ ആരോ നിലത്തിട്ടിട്ട്. കുഴപ്പമില്ലാന്ന്, ഇനിയിപ്പോൾ നോക്കിക്കോ, കുഴപ്പമില്ല, പൊട്ടിയിട്ടുണ്ടാവും, വിഷമിക്കണ്ട, നോക്കിക്കോ. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ നമ്മുടെ ട്രാവലർ ഇവിടെ കിടപ്പുണ്ട്. ഈ ജീപ്പിൽ നിന്ന് നേരെ ട്രാവലറിലേക്ക് കയറുക, നമ്മുടെ കണ്ണൂർ പിടിക്കുക. എല്ലാവർക്കും എല്ലാ യാത്രകളുടെ അവസാനം എന്ന് പറഞ്ഞൊരു സങ്കടമായിരിക്കും. യാത്രകൾ എത്ര ഭംഗിയുള്ളതാണെങ്കിലും അവസാന നിമിഷം നമുക്കൊരു വിഷമമായിരിക്കും. അത് നമ്മുടെ വീട്ടിലോട്ട് പോണതിൻ്റെ വിഷമമല്ല, വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ സെറ്റാവും. പക്ഷേ ആ യാത്ര തീർന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടമായിരിക്കും. അപ്പോൾ യാത്രയുടെ അവസാനം നമ്മളെപ്പോഴും പറയുന്ന പോലെ ബാക്കിയാവുന്നത് കുറച്ച് ചിത്രങ്ങളും ഈ വീഡിയോസൊക്കെ ഓർമ്മകളുമാണ്. അപ്പോൾ ആ ഓർമ്മകൾ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് നമ്മളും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ട് എല്ലാവരും യാത്ര ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാത്ര ചെയ്യാം അല്ലേ എനിക്ക്. അപ്പം എന്നാൽ പിന്നെ എന്താ, നമുക്ക് മെല്ലെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. കാരണം ഇനിയിപ്പോൾ നമ്മൾ പോകുന്നതല്ലേ അല്ലേ. ചെയ്തൂടെ? ക്യാമറ പിടിച്ച് പോവാ, വീട്ടിൽ പോവാ, നമുക്കിന്ന് പോണ്ടേ ഗായ്സ്. ആ ഡ്രസ് എടുത്തിട്ട് അതെ. അപ്പൊ എന്തായാലും ഗൈസ്, അപ്പൊ ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത യാത്രയിൽ വീണ്ടും കാണാം. ഇനി ഇവരുടെ ഗേൾസ് ട്രിപ്പ് അടുത്ത വർഷം ഇതുപോലെ. അപ്പോൾ ഇനി ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള ഗേൾസ് ട്രിപ്പിൽ വീണ്ടും കാണാം. അപ്പോൾ എന്തായാലും ഈ സ്ഥലമൊക്കെ നിങ്ങൾ മറക്കണ്ട, അടിപൊളിയായിരുന്നു, എല്ലാവരും ഹാപ്പി ആയിരുന്നു. റോക്ക് ക്യാമ്പറാണ്, നമ്മുടെ അടിമാലിയിലാണ്. ഞാൻ നമ്പർ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഈ നമ്മൾ എൻജോയ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. വരിക, എല്ലാവരും അടിച്ച് പൊളിക്കുക. അപ്പോൾ ഓക്കെ, ടാറ്റ പറഞ്ഞേക്ക്. ടാറ്റ.